وصحبه أجمعين. اللهم صل وسلم على نبيك ورسولك محمد وعلى آله وصحبه أجمعين. ഇത്രയും സ്നേഹമുള്ള എൻ്റെ സഹോദരന്മാരെ, പ്രവർത്തകരെ, പണ്ഡിതന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഖുർആന് സുന്നത്ത് അനുസരിച്ച് സലഫു സ്വാലിഹീങ്ങളുടെ മൻഹജ് മാനിച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുവാനും പഠിക്കുവാനും അതും ഈ പുണ്യമണ്ണിൽ സാധിക്കുക എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അല്ലാഹുവിന് സർവസ്തുതിയും നേരുന്നു. അൽഹംദുലില്ലാഹ്. اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. നാം ഇപ്പോൾ ഒരുമിച്ച് കൂടാനുള്ള കാരണം സാലിംക സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ സഹോദരന്മാരായ ദാഇമാർക്കിടയിൽ, പ്രബോധകന്മാർക്കിടയിൽ ചില വിഷയങ്ങളിൽ ഭിന്നാഭിപ്രായം ഉണ്ടാകുകയും ആ ഭിന്നാഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ പല തെറ്റിദ്ധാരണകളും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആന് സുന്നത്ത് അനുസരിച്ച് സലഫി പണ്ഡിതന്മാരുടെ വീക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും ഈ തർക്ക വിഷയങ്ങൾ, തെറ്റിദ്ധരിക്കപ്പെട്ട വിഷയങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, ആ വിഷയങ്ങളിലുള്ള സത്യാവസ്ഥ കണ്ടെത്തുകയും ചെയ്യലാണ് ഒരു പ്രബോധകന്റെ ദൗത്യം. ആ ദൗത്യ നിർവഹണം എന്ന അടിസ്ഥാനത്തിലാണ് നാം ഇപ്പോൾ ഈ വിഷയങ്ങൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്പനേരം നിങ്ങളുമായി ചില കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അതിനുശേഷം സംശയങ്ങൾക്കുള്ള അവസരമാണ്. ഏതായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പ്രവർത്തകർക്കിടയിൽ ഒരു ഭിന്നിപ്പ് സംഭവിക്കുക എന്നത് ദുഃഖകരമാണ്, ഖേദകരമാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഹക്ക് മനസ്സിലാക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് സദുപദേശത്തോടെ, ഇഖ്ലാസോടെ കാര്യങ്ങൾ പഠിക്കുകയും പണ്ഡിതന്മാരോട് ചോദിക്കുകയും സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളിലൂടെ ഈ വിഷയങ്ങളിൽ അവർ രേഖപ്പെടുത്തിയ ഫത്വകളിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം സംഘടനാ വിഷയങ്ങൾ ആകട്ടെ, ഈ വിഷയം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലോകത്തെ സലഫി പണ്ഡിതന്മാർ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും ജനങ്ങൾക്ക് അതിലുള്ള സത്യാവസ്ഥ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഫത്വകൾ വായിക്കുകയും ഉൾക്കൊള്ളുകയും ജനങ്ങൾക്ക് അതിലുള്ള സത്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യതയുണ്ട്. സമയം ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇപ്പോൾ തന്നെ വൈകിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരം നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സത്യം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും
അതനുസരിച്ച് പ്രവർത്തിക്കുവാനും പ്രബോധകന്മാരുടെ മനസ്സുകൾ തമ്മിൽ ഇണങ്ങിക്കൊണ്ട് പരസ്പര സൗഹാർദ്ദത്തോടെ സഹോദര ബോധത്തോടെ പ്രവർത്തിക്കുവാനും ഒരുമിക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒന്നാമത്തെ വിഷയം, സംഘടനകൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക സംഘടനകൾ, ദഅവാ സംഘടനകൾ തുടങ്ങുവാൻ ഷർത്തുകൾ ഉണ്ടോ എന്ന വിഷയത്തിലാണ്. ഒരു തർക്ക വിഷയമാണിത്. അത് ഷർത്തുകൾ എന്ന പദമാണോ ശരി, അല്ല ബവാബിത്ത് എന്നാണോ ശരി? മലയാളത്തിൽ പറയുകയാണെങ്കിൽ സംഘടന ഉണ്ടാക്കുവാൻ ഉപാധികളും നിബന്ധനകളും ഉണ്ടോ എന്ന ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരുടെ ഫത്വകൾ പരിശോധിക്കുന്ന അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്, സൂചിപ്പിക്കാനുണ്ട്. ഒന്നാമതായി, ഷർത്തുകൾ എന്ന പദമാകട്ടെ ബവാബിത്ത് എന്ന പദമാകട്ടെ പണ്ഡിതന്മാരുടെ ഫത്വകളിലൂടെ നാം ഒരു കാര്യം കണ്ടെത്തുന്നു, അതിന്റെ ഉദ്ദേശം ഒന്നാണ്. ബവാബിത്താണെങ്കിലും ഷർത്തുകളാണെങ്കിലും സംഘടന തുടങ്ങണമെങ്കിൽ ചില ഉപാധികൾ ഉണ്ട് എന്ന അർത്ഥത്തിലാണ് പണ്ഡിതന്മാർ പ്രയോഗിച്ചിട്ടുള്ളത്. അതായത് തോന്നിയ മാതിരി ഒരാൾക്കൊരു സംഘടന നിർമ്മിക്കാൻ അവകാശമില്ല. ഖുർആന്, സുന്നത്ത്, സലഫു സ്വാലിഹീങ്ങളുടെ മൻഹജ് അനുസരിച്ച്, ചര്യ അനുസരിച്ച് ആയിരിക്കണം ഒരു സംഘടന ആരംഭിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ മൊത്തത്തിൽ പറയാറുണ്ട്. അപ്പോൾ ഈ പണ്ഡിതന്മാർ ബവാബിത്താകട്ടെ, ബവാബിത്ത് എന്ന പദം, ബവാബിത്തിന്റെ അർത്ഥം ഉപാധികൾ, മാനദണ്ഡങ്ങൾ, ഷർത്തുകൾ, നിബന്ധനകൾ, ഏത് പദമാണെങ്കിലും അത് മൊത്തത്തിൽ പണ്ഡിതന്മാർ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നു. ഖുർആന്, സുന്നത്ത്, മൻഹജുസ് സലഫ്, ഇതനുസരിച്ചായിരിക്കണം ഒരു സംഘടന നിർമ്മിക്കേണ്ടത്. വിശദമായി പറയുമ്പോൾ ഈ മൂന്ന് കാര്യത്തിൽ ഉൾപ്പെട്ട ചില വിശദ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുക എന്നല്ലാതെ ഖുർആന്, സുന്നത്ത്, മൻഹജുസ് സലഫിൽ നിന്ന് ഈ പറയുന്ന വിശദ വിവരങ്ങൾ, വിശദ ഉപാധികൾ, വിശദമായി പറയപ്പെടുന്ന ഷർത്തുകൾ പുറത്തു കിടക്കുന്നില്ല. അപ്പോൾ പണ്ഡിതന്മാർ ഈ സംഘടന തുടങ്ങാനുള്ള ഉപാധികളാകട്ടെ, ഷർത്തുകളാകട്ടെ, നിബന്ധനകളാകട്ടെ അത് ചുരുക്കി പറയാറുണ്ട്, വിശദീകരിച്ചും പറയാറുണ്ട്. ചുരുക്കി പറയുമ്പോൾ എന്താ പറയാറുള്ളത്? ഖുർആന്, സുന്നത്ത്, മൻഹജുസ് സലഫ്. ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാ അദ്ദേഹം പറയുന്നു, സിൽസിലത്തുൽ ഹുദ വന്നൂർ എന്ന അദ്ദേഹത്തിന്റെ ദീർഘമായ ഓഡിയോ കാസറ്റുകളുണ്ട്. അതിലെ 590 ഭാഗത്തിൽ അദ്ദേഹം പറയുന്നു, അയ്യു ജംഇയ്യത്തിൻ തുഖാമു അലാ അസാസിൻ മിൻ ഇസ്ലാമി സ്വഹീഹിൽ മുസ്തംബതതി അഹ്കാമുഹാ അസാസൻ മിൻ കിതാബില്ലാഹി വമിൻ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമിമ്മാ കാന അലൈഹി സലഫുനാ സ്വാലിഹ്. ഖുർആന്, സുന്നത്ത്, സലഫു സ്വാലിഹീങ്ങളുടെ പാതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏതൊരു സംഘടന ആരംഭിക്കുകയാണെങ്കിലും ഫഅയ്യു ജംഇയ്യത്തിൻ തഖൂമു അലാ ഹാദൽ അസാസ്, ഈ അടിസ്ഥാനത്തിൽ ഏതൊരു സംഘടന സ്ഥാപിതമായാലും ഫലാ മജാല ലിഇൻകാരിഹാ വത്തിഹാമിഹാ ബിൽ ഹിസ്ബിയ്യ, ആ സംഘടനയെ എതിർക്കാനോ അത് കക്ഷിത്വമുള്ള ഒരു സംഘടനയാണ് എന്ന് ആരോപിക്കാനോ പഴുതില്ല എന്ന് ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാ പറയുന്നു. അപ്പോൾ ഇവിടെ എന്താ സൂചിപ്പിച്ചത്? ഖുർആന്, സുന്നത്ത്, സലഫു സാലിഹീങ്ങളുടെ മൻഹജ് അടിസ്ഥാനത്തിൽ ഒരു സംഘടന തുടങ്ങണം. അങ്ങനെ സംഘടന തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആക്ഷേപിക്കുവാനോ ആരോപിക്കുവാനോ പാടില്ല. അതേപോലെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഹഫിളഹുല്ലാ അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഒരു ജംഇയ്യ, ഒരു സംഘടന ഖുർആനിലേക്കും സുന്നത്തിലേക്കും ഫഹ്മു സലഫു സാലിഹിനെ മാനിച്ചുകൊണ്ട്, സലഫു സാലിഹീങ്ങളുടെ ഫഹ്മ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഖുർആനിലേക്കും സുന്നത്തിലേക്കും ദഅവത്ത് നടത്തുന്ന, പ്രബോധനം നടത്തുന്ന ഒരു സംഘടന ആരംഭിക്കുവാൻ പാടുണ്ടോ,
സ്ഥാപിക്കാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം. അദ്ദേഹം ഈ ചോദ്യകർത്താവ് പറയുന്നു, ഈ സംഘടനയ്ക്ക് ഒരു നേതാവും അതേപോലെ അഅ്ദാഉം ഉണ്ടാവും. ഹാദിഹിൽ ജംഇയ്യതു ലഹാ റഈസുൻ വഅഅ്ദാ, അംഗങ്ങളുമുണ്ട് റഈസുമുണ്ട്. بأنه لا يسمح لأهل السنة إقامة الدروس والمحاضرات في المساجد إلا لمن يوافق أهواءهم. കാരണം ആ പ്രദേശത്ത് അഹ്ലുസുന്നത്തിന് ക്ലാസുകളും മുഹാദറാത്തും പ്രഭാഷണങ്ങളും പള്ളികളിൽ നടത്താൻ സമ്മതിക്കുന്നില്ല ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വിരുദ്ധമായ ആൾക്കാരുടെ അഭിപ്രായങ്ങളോട് യോജിക്കാതെ. അപ്പൊ അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഒരു സംഘടന ആരംഭിക്കാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം. അദ്ദേഹം പറയുന്നു, إذا كان بلد فيه جمعيات مخالفة للسنة وأراد أهل السنة أن يكونوا جمعية, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധമായ സംഘടനകൾ ഒരു നാട്ടിൽ ഉണ്ടെങ്കിൽ അഹ്ലുസുന്നത്തിന് ഒരു സംഘടന രൂപീകരിക്കാൻ അവർ തീരുമാനിക്കുകയാണെങ്കിൽ فإن هذا شيء مطلوب لا بأس هذا شيء طيب, ഇത് ആവശ്യമുള്ള ഒരു കാര്യമാണ്, ഇത് നല്ലൊരു കാര്യമാണ് എന്ന് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദി പറയുന്നു. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വിരുദ്ധമായ സംഘടനകൾക്ക് തോന്നിയത് പറയാനുള്ള ഒരു അവസരം, ഒരു സാഹചര്യം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നത് ആവശ്യമുള്ളൊരു കാര്യമാണ്. അദ്ദേഹം പറയുന്നു, വഉലൈക യുരീദൂന അൻ യുകവ്വിനു ജംഇയ്യതൻ ലിദ്ദഅവതി ഇലൽ കിതാബി വസ്സുന്നഹ് والسير على ما كان عليه سلف الأمة هذا أمر مطلوب. അദ്ദേഹം പറയുന്നു, എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വക്താക്കൾ അവർ എന്താ ഉദ്ദേശിക്കുന്നത്? ഖുർആനിലേക്കും സുന്നത്തിലേക്കും സലഫുസ് സാലിഹീങ്ങളുടെ പാതയിലേക്കും ക്ഷണിക്കുന്ന ഒരു സംഘടന രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഹാദാ അംറുൻ മത്ലൂബ്, ഇത് ആവശ്യമുള്ള ഒരു കാര്യമാകുന്നു. അപ്പോൾ സംഘടന രൂപീകരിക്കാൻ തുടങ്ങുവാനുള്ള ഉപാധികൾ സംബന്ധിച്ച് പണ്ഡിതന്മാർ മൊത്തത്തിൽ പറഞ്ഞൊരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുർആന്, സുന്നത്ത്, സലഫുസ് സാലിഹീങ്ങളുടെ പാത. എന്നാൽ ഈ ഉപാധികൾ, അത് ഷർത്ത് എന്ന് പറഞ്ഞാലും ബവാബിദ് എന്ന് പറഞ്ഞാലും, അതേപോലെ പണ്ഡിതന്മാരെ ഉപയോഗിക്കാനുള്ള പദമാണ് ഖുയൂദ്, ഉപാധികൾ, അതേപോലെ ഹുദൂദ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പദങ്ങളുടെ മേലെയല്ല നമ്മൾ പിടിച്ചു തൂങ്ങേണ്ടത്, മറിച്ച് അതിന്റെ ഉദ്ദേശമാണ്. അതായത് ഒരു സംഘടന തുടങ്ങുമ്പോൾ ഖുർആന്, സുന്നത്ത്, സലഫുസ് സാലിഹ് മനഹജ് മാനിച്ചുകൊണ്ടായിരിക്കണം ആരംഭിക്കേണ്ടത്. അതിന് വിരുദ്ധമായ, ഖുർആനിനോ സുന്നത്തിനോ സലഫി മനഹജിനോ വിരുദ്ധമായ ഒരു സംഘടനയാണെങ്കിൽ അത് നല്ല സംഘടനയല്ല എന്നാണ് ചുരുക്കം. ഇത് വിശദമായി പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഉദാഹരണത്തിൽ ഷെയ്ഖ് സാലിഹ് അസ്-സുഹൈമി ഹഫിളഹുല്ലാ അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയുണ്ടായി സംഘടനയെക്കുറിച്ച്, സംഘടന തുടങ്ങാൻ പാടുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സംഘടനകൾ രണ്ട് ഇനങ്ങളാണ്. ഒന്ന് കേവലം തൻദീം, അതായത് ദഅവാ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുക, അതിനൊരു ചിട്ടയും ഒരു ഒതുക്കവുമെല്ലാം വരുത്തുവാൻ വേണ്ടി, ക്രമീകരിക്കുവാൻ വേണ്ടി ഒരു സംഘടന നിർമ്മിക്കുക. തർത്തീബുൽ ഉമൂരി തർത്തീബൻ ശർഇയ്യൻ യദ്ഉ ഇലൈഹി ശർഅ്, ശർഅ് ക്ഷണിക്കുന്ന ഒരു ശർഇയായ ഒരു ക്രമമാണ് ഉദ്ദേശിക്കപ്പെടുന്നുവെങ്കിൽ, لأن الشرع يحبه ويدعو إلى إتقان الأمور, കാരണം ശർഅ് കാര്യങ്ങൾ പെർഫെക്റ്റായി ഭംഗിയായി പൂർത്തീകരിക്കുവാൻ ശർഅ് ക്ഷണിക്കുന്നുണ്ട്, ഇസ്ലാമിക ശരീഅത്ത് ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലി സഫ്ഫ, അണികളായി സഫായി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു. അതേപോലെ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുവാൻ നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരുമിക്കുവാനും പരസ്പരം സഹകരിക്കുവാനും കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തുവാനും വേണ്ടി ആണ് സംഘടന ആരംഭിക്കുന്നതെങ്കിൽ അതിൽ കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫുകൾ നന്നാക്കി അല്ലെങ്കിൽ ഒരേ ക്രമത്തിൽ വരുത്തുവാനും ജിഹാദിനുമെല്ലാം, നമസ്കാരത്തിനും ജിഹാദിനുമെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ തർത്തീബാണ്, തൻദീമാണ്
ക്രമപ്പെടുത്തലും ചിട്ടപ്പെടുത്തലുമാണ് ഉദ്ദേശമെങ്കിൽ, കാരണം കാര്യങ്ങൾ ചിട്ടയോടെ ഒരു വ്യവസ്ഥയോടെ നീങ്ങിയില്ലെങ്കിൽ അവിടെ ഫൗള ഉണ്ടാകും, അവിടെ അലങ്കോലപ്പെടും. അതേപോലെ ജനങ്ങൾ ഈ ദഅവ പേരും പറഞ്ഞുകൊണ്ട് അവിടെ പല കളികളും കളിക്കും. അല്ലെങ്കിൽ ചില വ്യക്തികളുടെ കയ്യിലായിരിക്കും ദഅവയുടെ നേതൃത്വം. അങ്ങനെ ഇല്ലാതിരിക്കുവാൻ വേണ്ടി തൻവീം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ ദഅവ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഉദ്ദേശമാണെങ്കിൽ ഇതിൽ കുഴപ്പമില്ല. അദ്ദേഹം പറയുന്നു, ദൂന അൻ തകൂന ഫീഹ വലാഅത്തുൻ മുഅയ്യന ഔ ബൈഅത്തുൻ ഹിസ്ബിയ്യ, കക്ഷിത്വ നിലക്കുള്ള ബൈഅത്തുകളും അതേപോലെ തന്നെ വലാഉകളും ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ അദ്ദേഹം ഇൻതബിഹു ലിഹാദിഹിൽ ഖുയൂദ്, ഈ ഉപാധികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറയാണ്, തർത്തീബും തൻവീമും ഉദ്ദേശിച്ചുകൊണ്ടൊരു സംഘടന തുടങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതിനെന്തുണ്ട്? ഉപാധികളുണ്ട്, ഖുയൂദുണ്ട്, ഉപാധികൾ. ഇവിടെ അദ്ദേഹം പറയുന്നു, ബിശർത്തി ഖുലൂബിഹ മിനൽ ബൈഅത്തിൽ ഹിസ്ബിയ്യ, അതായത് കക്ഷിത്വ നിലക്കുള്ള ബൈഅത്തുകൾ ഉണ്ടാകാൻ പാടില്ല. ബൈഅത്തിന് എന്താ പറയാ മലയാളത്തിൽ? ഉടമ്പടികൾ, കരാറുകൾ. അതായത് കക്ഷിത്വ ഹിസ്ബിയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഉടമ്പടികൾ. ഞാനൊരു വ്യക്തി എന്റെ വാക്കാണ് സത്യം എന്ന അടിസ്ഥാനത്തിൽ എന്നെ അനുസരിക്കുകയും എന്റെ വാക്കാണ് ഹക്കിന്റെ മാനദണ്ഡം, ഷെയ്ഖ് പറയുന്ന സംസാരമാണ്, പ്രവർത്തനമാണ് എന്ന നിലക്കുള്ള ആ വ്യക്തിയോട് നൽകുന്ന ഒരു ഉടമ്പടി, ഒരു കരാർ. അങ്ങനെ ഹിസ്ബിയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബൈഅത്ത് ഉണ്ടാകാൻ പാടില്ല. ഹക്കും ബാത്തിലിന്റെയും മാനദണ്ഡം എന്താണ്? ഖുർആന് അനുവദിച്ചതാണ്, സുന്നത്ത് അനുവദിച്ചതാണ് ഹക്ക്. ഖുർആനും സുന്നത്തും എതിർത്ത വിലക്കിയ കാര്യങ്ങൾ ബാത്തിലുമാകുന്നു. അതായിരിക്കണം ഹക്ക് ബാത്തിലിന്റെ മാനദണ്ഡം. അതല്ലാതെ ഒരു വ്യക്തി പറഞ്ഞതാണ് സത്യം, വ്യക്തി വിലക്കിയതാണ് ബാത്തില് എന്ന അടിസ്ഥാനത്തിലാവുമ്പോൾ അത് ബൈഅത്ത് ഹിസ്ബിയാവും. രണ്ടാമത്തെ അദ്ദേഹം പറയുന്നു, അശ്ശർതു ത്സാനി ഖുലൂഹ മിനൽ വലാഅത്തിൽ ഹിസ്ബിയ്യ. വലാഅത്ത് എന്ന് പറഞ്ഞാല് സ്നേഹം, അടുപ്പം, അതൊരു കക്ഷിത്വ സ്വഭാവമുള്ള സ്നേഹവും ബന്ധവും സംഘടനയ്ക്ക് ഉണ്ടാകാൻ പാടില്ല. അതായത് ഞാനൊരു വ്യക്തി, എന്നോട് യോജിക്കുന്നവൻ സത്യത്തിന്റെ പക്ഷത്ത്, എന്നോട് വിരോധം കാണിക്കുന്നവൻ അവൻ ബാത്തില്. ഇതല്ലാതെ അവിടെ ഖുർആന് സുന്നത്ത് സലഫു സാലിഹിന്റെ മനഹജ് അല്ല, മറിച്ച് മാനദണ്ഡം എന്താണ്? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കക്ഷി അല്ലെങ്കിൽ ഒരു സംഘടന. അതേപോലെ തന്നെ അശ്ശർതു സാലിസ് ഖുലൂഹ മിൻ അയ്യതി മുഖാലഫ ശർഇയ്യ, ഖുർആന് സുന്നത്തിന് വിരുദ്ധമായ, ശർഇന് വിരുദ്ധമായ ഒരു തിന്മയും ഉണ്ടാകാൻ പാടില്ല. അശ്ശർതു റാബിഅ അൻ യകൂന അൽ മഖ്സൂദ് ബിഹ മുജറദ തർതീബിൽ ഉമൂർ, കാര്യങ്ങൾ ക്രമീകരിക്കുക, തർതീബ് വരുത്തുക എന്നായിരിക്കണം അതിന്റെ ഉദ്ദേശം. അതേപോലെ തന്നെ അല്ല تفرض علينا شروط من بعض من يريد الاستعانة به لا سيما إذا كانت الذي تفرض شروطا ذات توجه حزبي. ഹിസ്ബി കക്ഷിത്വ സ്വഭാവമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ചില അയാളുടെ താല്പര്യം സൂക്ഷിക്കുവാൻ വേണ്ടി, സംരക്ഷിക്കുവാൻ വേണ്ടി ചില നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നു, ഇദൽതസമു മൻ യുരീദു ഇൻശാഅ الجمعية بهذه القيود فلا أرى بأسا بهذه الجمعية أبدا. ഇതുപോലെയുള്ള ഖുയൂദുകൾ, ഉപാധികൾ പാലിച്ചുകൊണ്ട് ഒരു സംഘടന നിർമ്മിക്കുകയാണെങ്കിൽ അതിൽ കുഴപ്പമില്ല. അദ്ദേഹം പറയുന്നു, നിങ്ങൾ സംസാരിക്കുന്ന ആള് ആരാണ്? വ്യക്തിയാരാണ്? ഷെയ്ഖ് സാലിഹ് സുഹൈമി ഹഫിളഹുല്ലാ. അദ്ദേഹത്തോട് ഈ സംഘടനാ വിഷയത്തെ കുറിച്ച് ചോദിച്ചാണ്. അദ്ദേഹം ആരാണ്? മദീനയിൽ ജീവിക്കുന്ന വലിയ സലഫി പണ്ഡിതനാണ്. അദ്ദേഹമാണ് പറയുന്നത്, നിങ്ങൾ സംസാരിക്കുന്ന ആള് ജംഇയ്യ തഹ്ഫീദുൽ ഖുർആനിൽ ഒരു അംഗമാണ്. മദീനയിലുള്ള തഹ്ഫീദുൽ ഖുർആൻ ജംഇയ്യയിൽ ഞാൻ ഒരു അംഗമാണ്. അതേപോലെ പല ജംഇയ്യാത്തുകളിലും കമ്മിറ്റികളിലും ഞാൻ അംഗമാണ്. അദ്ദേഹം പറയുന്നു, കമ്മിറ്റി ജംഇയ്യ എന്ന പേരിലല്ല, അൽ ഖിലാഫു ലൈസ അല തസ്മിയ, പേരിലല്ല അതിലുള്ള തർക്കം നടക്കുന്നത്. അദ്ദേഹം പറയുന്നു, വഅനാ ദകർതു ലക്കും ഖുയൂദൻ, ഞാൻ നിങ്ങൾക്ക് ഒരു ചില ഖുയൂദുകൾ, ഉപാധികൾ പറഞ്ഞു. വയുംകിനു ലി അഖി, ഈ ചോദ്യം പറഞ്ഞ ഈ വ്യക്തിക്ക് വയുംകിനു ലി അഖി അൻ യുദീഫ ബഅദ അൽ ഖുയൂദിൽ ഉഖ്റാ, വേറെയും ചില ഉപാധികൾ എന്റെ സഹോദരന് കൂട്ടിച്ചേർക്കാം. അപ്പോ എന്താണ് ഇതിന്റെ ഉദ്ദേശം?
ഖുർആന് സുന്നത്ത് സലഫ് സാലിഹ്യങ്ങളുടെ മനഹജിന് വിരുദ്ധമായ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അദ്ദേഹം പറയുന്നു, ഞാൻ ചില ഉപാധികൾ പറഞ്ഞു, ഇനി വേറെ ഉപാധികൾ ഉണ്ടാകും, എന്റെ സഹോദരൻ കൂട്ടിച്ചേർക്കട്ടെ. അപ്പോ സംഘടനകളുടെ ഉപാധികൾ, നിബന്ധനകൾ, ഖുയൂദുകൾ, വവാബിത്തുകൾ, ശുറൂത്തുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് 1, 2, 3, 4, 5 ഒരു 10 കാര്യങ്ങളിൽ ഒതുങ്ങിയതാണെന്ന് വിചാരിക്കരുത്. മറിച്ച് ഖുർആനും സുന്നത്തിനും സലഫ് സാലിഹ്യങ്ങളുടെ മനഹജിനും യോജിക്കുന്ന ഒരു സംഘടനയായിരിക്കണം. പണ്ഡിതന്മാര് ഈ ബവാബിത്തുകളും ഷുറൂത്തുകളും അല്ലെങ്കിൽ ഖുയൂദുകളുടെ പേരിൽ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. എന്താ കാരണം? ചില സംഘടനകള് തുടങ്ങി പല അബദ്ധങ്ങളിലും ആ സംഘടനകളുടെ ആൾക്കാർ ചാടിയിട്ടുണ്ട്. അപ്പൊ അത് ഇല്ലാതിരിക്കുവാൻ വേണ്ടി ഇനി സംഘടനകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ഉപാധികളെ കുറിച്ച് ചോദിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വലാഅത്ത് ഹിസ്ബി പാടില്ല, അതുപോലെ തന്നെ രഹസ്യ മീറ്റിങ്ങൾ, ബൈഅത്ത് ഹിസ്ബിയ പാടില്ല. ഇതെല്ലാം പണ്ഡിതന്മാര് സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ ഉപാധികൾ എന്ന് പറഞ്ഞാലും ഷുറൂത്തുകൾ എന്ന് പറഞ്ഞാലും ഖുയൂദ് എന്ന് പറഞ്ഞാലും മൊത്തത്തിൽ പണ്ഡിതന്മാര് പരിചയപ്പെടുത്തിയിട്ടുള്ളത് സംഘടന ആരംഭിക്കണമെങ്കിൽ എന്ത് വേണം? ചില മാനദണ്ഡങ്ങളുണ്ട്. അത് ഷർത്താണ്, ബവാബിത്താണെന്നൊക്കെ പണ്ഡിതന്മാര് പല പ്രയോഗങ്ങളും പല വാക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താണ്? ഖുർആന് സുന്നത്ത് സലഫ് സാലിഹ്യങ്ങളുടെ മനഹജിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘടന രൂപീകരിക്കണം എന്നാണ് ഉദ്ദേശം. അദ്ദേഹം തുടർന്ന് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരു നാട്ടിൽ ദഅവത്ത് പ്രവർത്തനം നടക്കണമെങ്കിൽ അദ്ദേഹം പറയുന്നു, لا يمكن أن تسمح لأحد بالنشاط إذا كان تحت مظلة جمعية معينة مسجلة في الدولة. രാഷ്ട്രത്തിൽ ആ നാട്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയുടെ കീഴിൽ മാത്രം പ്രവർത്തിച്ചാലേ ദഅവത്ത് നടക്കുകയുള്ളൂ. ചില നാടുകളിൽ, പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നു അനിസ്ലാമിക നാടുകളിൽ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈ സംഘടന തുടങ്ങിയ വ്യക്തികളെ സമീപിക്കുകയും അല്ലാ യകൂനു മിനൽ ഹിസ്ബിയീൻ അല്ലദീന ലഹും ബൈഅത്തുൻ സിർരിയ, അതായത് രഹസ്യമായ ബൈഅത്തുകൾ, ഉടമ്പടികൾ നൽകപ്പെടുന്ന കക്ഷിത്വ സ്വഭാവമുള്ള വ്യക്തികളാകാൻ പാടില്ല. അല്ലാ യകൂനൽ വലാഉ വൽ ബറാഉ അലാ തുഖൂസിൻ മുഅയ്യന, ചില സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാൻ പാടില്ല വലാഉം ബറാഉം. എന്താ വലാഉ ബറാഉ എന്ന് വെച്ചാൽ നമ്മുടെ സ്നേഹം, നമ്മുടെ അടുപ്പം, നമ്മുടെ ബന്ധവും നമ്മുടെ വിരോധവും വെറുപ്പും എല്ലാം ചില വ്യക്തികളുടെ അടിസ്ഥാനത്തിൽ ആകുന്നത് അത് പാടില്ല അദ്ദേഹം പറയുന്നു. എന്താണ് ഉദാഹരണം പറയാണ്? ഖാല ഫുലാൻ മാ അഫ്അൽ കദ, ഒരു ആള് പറയാണ് ഞാനത് ചെയ്യില്ല, പ്രവർത്തിക്കില്ല, അയാളെ പിരിച്ചുവിടണം. ഫുലാൻ നഫ്സുൽ ജന്ന ഖാല കൈത വകൈത, അയാൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്, അയാളെ പിരിച്ചുവിടണം എന്നെല്ലാം ശരിക്ക് ചില വ്യക്തികളുടെ തീരുമാനങ്ങൾക്കോ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് പിരിച്ചുവിടലും അകത്താക്കലും അതേപോലെ ആക്ഷേപിക്കലും എല്ലാം പാടില്ലാത്ത ഒരു സാഹചര്യമായിരിക്കണം. അദ്ദേഹം പറയുന്നു, ഇതാകുന്നു ഹിസ്ബികളും സലഫികളും നിർമ്മിക്കുന്ന സംഘടനകളുടെ വ്യത്യാസമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ഇത് ശരിക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ സലഫി കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ ഒരു നല്ലൊരു കൂട്ടായ്മ ഇവിടെ വളർന്നു വരുന്ന ഒരു സംരംഭമാണ്, അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഷെയ്ഖ് പറഞ്ഞ് സൂചിപ്പിച്ച ഈ തിന്മകൾ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സംഘടനയ്ക്ക് വേണ്ട ഉപാധികൾ മാനിച്ചുകൊണ്ട് സംഘടന ആരംഭിക്കുവാനും ഒരുമിച്ച് കൂടാനും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇതിന് ഷെയ്ഖ് സാലിഹ് സുഹൈമിയുടെ ഈ ദീർഘമായ വിശദീകരണത്തിൽ 2 കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്ന്, സംഘടന തുടങ്ങാൻ ഷർത്തുകൾ എന്ന് പറഞ്ഞാലും ബവാബത്ത് എന്ന് പറഞ്ഞാലും പണ്ഡിതന്മാർ ഒരേ രീതിയിലാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഷർത്ത് വേറെ ബവാബത്ത് വേറെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ബവാബത്താകട്ടെ ഷർത്തുകളാകട്ടെ അത് ചില എണ്ണത്തിൽ ഒതുങ്ങിയതല്ല. അതായത് സംഘടനകൾക്ക് 7 ഷർത്തുകളുണ്ട്, 10 ഷർത്തുകളുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മറിച്ച്
അതെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുർആൻ സുന്നത്ത് സലഫ് സാലിഹുൽ മൻഹജിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാകുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ്. അദ്ദേഹം ഇമാം ഷെയ്ഖ് അൽബാനി, ഷെയ്ഖ് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ പോലെയുള്ള ലോകത്തെ സലഫി പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രസിദ്ധരായ പണ്ഡിതന്മാരുടെ ഫത്വയുടെ അടിസ്ഥാനത്തിലാണ് നാം ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത കാര്യം, ഈ സംഘടന ഷർത്ത് ദവാബിത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത കാര്യം, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യം, ജംഇയ്യകളുടെ സംഘടനകളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വങ്ങളെ അനുസരിക്കുന്നത് നിർബന്ധമാണോ നിർബന്ധമല്ലേ എന്നൊരു കാര്യമാണ്. ഇതിന് രണ്ട് കാര്യങ്ങൾ തമ്മിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, നേതൃത്വത്തെ അനുസരിക്കുന്നു പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ഒന്ന്, ഒരു മുസ്ലിമീങ്ങളുടെ ഖലീഫ ഭരണാധികാരിക്ക് നൽകേണ്ട അനുസരണം, ഭരണാധികാരികളെ അല്ലാത്ത ചില വ്യക്തികൾക്ക് നൽകുന്ന അനുസരണം, ഇത് രണ്ടും രണ്ടാണെന്ന് നാം മനസ്സിലാക്കണം. അഥവാ മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ ബൈഅത്ത് നൽകി ഏത് അവസ്ഥയിലും, അത് ഫിൽ മക്രഹി വൽ മൻഷത്ത്, നല്ല ഉന്മേഷമുള്ള അവസ്ഥയിലും വെറുക്കുന്ന അവസ്ഥയിലും, അതേപോലെ തന്നെ പ്രയാസമുള്ള അവസ്ഥയിലും എളുപ്പമുണ്ടാകുന്ന അവസ്ഥയിലും ഒരു ഭരണാധികാരിയെ അനുസരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉബാദ ഇബ്നു സാമിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ബായഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല സമഇ വത്വാഅ ഫിൽ ഉസ്രി വൽ യുസ്രി വൽ മൻഷത്തി വൽ മക്റഹ് വഅല അസറത്തിൻ അലൈനാ. അതായത് നമ്മുടെ അവകാശം പിടിച്ചു പറ്റിയ ഒരു ഭരണാധികാരിയാണെങ്കിലും ആ ഭരണാധികാരി പറയുന്നത് അനുസരിച്ചു കൊള്ളണം എന്ന് വരെ ഹദീസിലൂടെ കാണാൻ പറ്റും. ഇത് ഇമാമുൽ മുസ്ലിമീൻ വലിയുൽ അംറിന് നൽകേണ്ട അനുസരണമാണ്. ഈ അനുസരണം ഒരു സംഘടനാ നേതാവിനോ അതല്ല ഒരു കമ്പനിയുടെ മാനേജറിനോ ഏത് നിലക്കുള്ള ഒരു യാത്രയിലുള്ള അമീറിനോ നൽകണമെന്ന് പണ്ഡിതന്മാർ പറയുന്നില്ല. ഈ വിഷയം വിട്ടുകൊണ്ട് ഒരു സംഘടനയ്ക്ക് ഒരു നേതൃത്വത്തെ നിശ്ചയിക്കുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം ഒരു സംഘടനാ നേതാവിനെ അനുസരിക്കുന്നത്, സംഘടനാ മസ്ലഹത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നത് നിർബന്ധമാണോ എന്നാണ് നമ്മുടെ ചർച്ച. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഒരു ഖലീഫക്ക് നൽകേണ്ട ബൈഅത്തും സമഉം താഅത്തും ഖലീഫക്കല്ലാത്ത ഇമാമുൽ മുസ്ലിമിനല്ലാത്ത വ്യക്തികൾക്ക് ഇല്ല എന്ന് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ ഒരു പോയിന്റാണ്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ലാഹ് പറയുന്നു, അൽ ബൈഅതു ലാ തകൂനു ഇല്ലാ ലിവലിയ്യി അംരിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ വലിയ അംറിന് നേതൃത്വത്തിന് മാത്രമാണ് ബൈഅത്ത് ഉള്ളത്. എന്നാൽ അതേപോലെയുള്ള ബൈഅത്ത് ചില സംഘടനകൾക്ക്, ഇപ്പൊ സൂഫിയാക്കൾ ഷെയ്ഖുമാർക്ക് നൽകുന്ന മുരീദന്മാര് ഷെയ്ഖുമാർക്ക് നൽകുന്ന ചില ബൈഅത്തുകളുണ്ട്. ആ ബൈഅത്ത് ഒന്നും ശരിയല്ല, അതെല്ലാം അബദ്ധമാണ് എന്ന് ഷെയ്ഖ് ഫൗസാൻ പറയുന്നു. വഹാദിഹിൽ ബൈഅത്തുൽ മുതഅദ്ദിദ മുബ്തദഅ വഹിയ മിൻ ഇഫ്രാസാത്തിൽ ഇഖ്തിലാഫ്. അദ്ദേഹം പറയുന്നു, ഈ വ്യത്യസ്തമായ ബൈഅത്തുകൾ അതെല്ലാം ബിദ്അത്താകുന്നു, അതെല്ലാം പരസ്പരം ഭിന്നിക്കാനുള്ള കാരണമാകുന്നു. അദ്ദേഹം പറയുന്നു, വൽ വാജിബു അൽ മുസ്ലിമീന അല്ലദീന ഹും ഫീ ബലദിൻ വാഹിദ്. ഒരു നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ, ഒരു ഫീ മംലകത്തിൻ വാഹിദ, ഒരു രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ, അൻ തകൂന ബൈഅത്തുഹും വാഹിദ ലിഇമാമിൻ വാഹിദ്. അവരുടെ ബൈഅത്ത് ആർക്കുള്ളതാണ്? ഒരു ഇമാമിനുള്ളതാണ്. വലാ യജൂസു അൽ മുബായഅത്തുൽ മുതഅദ്ദിദ. വ്യത്യസ്തമായ, അതായത് ഒരു നാട്ടിൽ ജീവിക്കുന്നവരും മുസ്ലിമീങ്ങൾ വ്യത്യസ്ത വ്യക്തികൾക്ക് ഇമാമിന് കൊടുക്കേണ്ട, ഖലീഫക്ക് കൊടുക്കേണ്ട, രാജാവിന് കൊടുക്കേണ്ട ബൈഅത്ത് മറ്റു വ്യക്തികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ലാഹ് പറയുന്നു. പക്ഷെ ഇതിന്റെ അർത്ഥം ചിലർ തെറ്റിദ്ധരിച്ചതുപോലെ മറ്റുള്ളവർക്ക്, അഥവാ ഖലീഫക്ക് അല്ലെങ്കിൽ രാജാവിന് അല്ലെങ്കിൽ ഭരണാധികാരി അല്ലാത്ത വ്യക്തികൾക്ക് അനുസരണം നൽകേണ്ട ആവശ്യം ഇല്ല എന്നല്ല.
അത് ഒരു പ്രത്യേക അനുസരണമാണ്. കാരണം ഖലീഫയുടെ അനുസരണത്തിൽ നിന്ന് വിട്ടുപോവുകയും ധിക്കരിക്കുകയും ഖുറൂജ് നടത്തുകയും ചെയ്താൽ സഹീഹായ ഹദീസ് വന്നതുപോലെ മാതനീത ജാഹിലിയ, അവൻ ജാഹിലിയ മരണമാണ് മരണപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള താഅത്ത് ആർക്കില്ല? മറ്റുള്ളവർക്കില്ല. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നു ഇപ്പൊ മാതാപിതാക്കളെ അനുസരിക്കണം. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നു ചില സംഘടനകളുടെ, ചില സ്ഥാപനങ്ങളുടെ നേതൃത്വങ്ങളെ അനുസരിക്കുന്നതും നിർബന്ധ ബാധ്യതയാണ് എന്ന് പണ്ഡിതന്മാർ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഇവിടെ ചോദ്യം വരുന്നുണ്ട്, ഉലുൽ അംറിനെ യാ അയ്യുഹല്ലദീന ആമനു അത്തീഉല്ലാഹ വഅത്തീഉർ റസൂല വഉലുൽ അംരി മിൻകും, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങളുടെ ഉലുൽ അംറിനെയും നിങ്ങൾ അനുസരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഉലുൽ അംർ ആരാണ്? പണ്ഡിതന്മാർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, അത് അൽ ഉലമാഉ വൽ ഹുക്കാം, പണ്ഡിതന്മാരും ഭരണകർത്താക്കളുമാണ്. ആര്? ഉലുൽ അംർ. അപ്പോൾ പിന്നെ വേറെ ചോദ്യം, പണ്ഡിതന്മാർ ഇൻഷാഅല്ലാഹ് ഫത്വകൾ വായിക്കുന്നതാണ്. ഇപ്പോൾ ഒരു സംഘടന നേതാവിനെ അനുസരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പള്ളി കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറയുന്നത് അനുസരിക്കുന്ന പണ്ഡിതന്മാർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതെല്ലാം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു, അത് ഉടമ്പടിയിൽ അല്ലെങ്കിൽ കരാറ് പാലിക്കുക എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് വരുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദ്, സത്യവിശ്വാസികളെ നിങ്ങൾ കരാറുകൾ നിറവേറ്റണം എന്ന് അല്ലാഹു പറയുന്നു. വഔഫൂ ബിൽ അഹ്ദ്, നിങ്ങൾ കരാറ് നിറവേറ്റുക. ഇന്നൽ അഹ്ദ കാന മസ്ഊല, കരാറിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന് അല്ലാഹു പറയുന്നു. അപ്പോൾ ഇവിടെ ഇനി പണ്ഡിതന്മാരുടെ ഫത്വയുടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ഇവിടെ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് ചോദിക്കപ്പെടുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഒരു ഇമാമുണ്ട് നമ്മുടെ നാട്ടിൽ, ഇമാമുൻ യുസല്ലി ബിന്നാസ് വഹു ഇമാമുൻ റസ്മി, അദ്ദേഹം ഔദ്യോഗിക ഇമാമാണ് പള്ളിയിലെ. പക്ഷെ എന്താ പ്രശ്നം? ഇല്ല അന്നഹു കസീറു الذهاب في الرحلات مع الزملاء والعمره, ഉംറക്കും മറ്റും കാര്യങ്ങൾക്ക് അയാൾ ധാരാളം യാത്ര ചെയ്യുന്നു ഈ ഇമാമ്. എന്നാൽ അയാളെങ്കിൽ വഹു യതഖാദ മുറത്തബൻ അൻ ഇമാമത്തിഹി, ഇമാമത്തിന്റെ പേരും പറഞ്ഞ് അയാൾ ആ കൃത്യം പോലെ ശമ്പളം കൈപ്പറ്റുന്നുണ്ട്. വയുവക്കിഉ അഹദ الشباب بالصلاه عنه, അയാൾക്ക് പകരമായി ചെറുപ്പക്കാരിൽ ഒരാളെ അയാൾ ഏൽപ്പിക്കുകയും ചെയ്യും. എന്താണ് ചോദ്യം? ഫഹൽ റാത്തിബുൽ ഇമാമി ഹലാൽ മഅ അന്നഹു മുവദ്ദഫ്, അയാൾ ഈ വാങ്ങുന്ന ഈ ശമ്പളം ഹലാലാണോ ചോദ്യം. അദ്ദേഹം പറയുന്നു, هذا العمل الذي يعمله هذا الإمام خلاف الأمانة والإنسان مؤتمن على وظيفته, അമാനത്തിന് വിശ്വസ്തതയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഈ ഇമാമ് ചെയ്യുന്ന ഈ പ്രവർത്തനം. അദ്ദേഹം പറയുന്നു, അയാൾക്ക് ഒരു കാരണവശാലും അയാളുടെ ഈ ജോലിയിൽ വീഴ്ച വരുത്താൻ പാടില്ല. ولا يحل له أن يفرط فيها وأن يذهب إلى هنا أو هناك وهناك, അങ്ങോട്ടും ഇങ്ങോട്ടും അയാൾ പോയി അയാളുടെ ഈ ജോലിയിൽ വീഴ്ച വരുത്താൻ പാടില്ല. അദ്ദേഹം പറയുന്നു, അല്ലാഹു പറയുന്നു അന്നല്ലാഹ യഖൂൽ യാ അയ്യുഹല്ലദീന ആമനു ഔഫു ബിൽ ഉഖൂദ്, നിങ്ങൾ കരാറുകൾ നിറവേറ്റുക എന്ന ആയത്ത് അല്ലാഹു പറയുന്നുണ്ട്. വഔഫു ബിൽ അഹ്ദ് ഇന്നൽ അഹ്ദ കാന മസ്ഊല. ശൈഖ് ഇബ്നു ഉസൈമീൻ തുടരുന്നു, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വശം. വൽ ഇൻസാനു അല്ലദീ അഖദ ഇമാമത ഹാദൽ മസ്ജിദ്, ഈ പള്ളിയുടെ ഇമാമത്ത് ഏറ്റെടുത്ത ഈ മനുഷ്യൻ, ഔ അഖദ അദാന ഹാദൽ മസ്ജിദ്, ഈ പള്ളിയുടെ ബാങ്ക് ബാധ്യത ഏറ്റെടുത്ത ഈ മനുഷ്യൻ, قد عقد بينه وبين المسؤولين عن المساجد عهدا يلزمه أن يوفي به. അദ്ദേഹം പറയുന്നു, പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുമായി അയാൾ ഒരു ഉടമ്പടിയിൽ ചേർന്നിട്ടുണ്ട്. ആ കരാറ് പാലിക്കുന്നത്, ഉടമ്പടി പ്രകാരം ആ കരാറ് പാലിക്കുന്നത് നിർബന്ധമാണ് എന്ന് ഷെയ്ഖ് കൂട്ടിച്ചേർക്കുന്നു. അപ്പോ ഒരു പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, പള്ളി കമ്മിറ്റി, നമ്മുടെ ഭാഷയിൽ പ്രസിഡന്റ്, സെക്രട്ടറി, അവരുമായി കരാറിൽ ഏർപ്പെട്ടതാണ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം. അത് ഇമാമത്താകട്ടെ, അയാൾക്ക് ശമ്പളം നൽകപ്പെടുന്നുണ്ട്, ഇമാമത്താകട്ടെ, ബാങ്ക് വിളിയാകട്ടെ, ആ പള്ളിയുള്ള മദ്രസയിൽ അധ്യാപനമാകട്ടെ, ആ കരാറിൽ ഏർപ്പെട്ടതോടെ അയാൾ ആ ഉത്തരവാദിത്തപ്പെട്ട
അയാളുടെ മേലെ ഉള്ള ഈ പ്രസിഡന്റ് ആകട്ടെ സെക്രട്ടറി ആകട്ടെ അവരുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ അയാൾ പോകാനോ ലീവ് എടുക്കാനോ തുനിയുമായി ചെയ്യാനോ പാടില്ല. അവിടെ അനുസരണം നിർബന്ധമാണ് എന്ന് ശൈഖ് ഇബ്നു ഉസൈമീന്റെ ഫത്വയിലൂടെ നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ഒരു കാര്യം നമുക്ക് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലായി. സമഉം താഅത്തും, കേൾക്കുക അനുസരിക്കുക എന്ന് പറയുന്നത് അതിന് രണ്ട് മാനദണ്ഡമുണ്ട്. ഒന്ന്, ഇമാമിന് ഖലീഫക്ക് നൽകപ്പെടേണ്ട സമഉം താഅത്തും. രണ്ടാമത്തേത്, ഇമാമത്തിന്റെ അല്ലെങ്കിൽ ഖലീഫത്തുൽ മുസ്ലിമീൻ നൽകപ്പെടേണ്ട സമഉം താഅത്തുമല്ല, മറിച്ച് അത്ര ഗൗരവമല്ലെങ്കിലും, കാരണം അവിടെ ഖലീഫക്ക് കൊടുക്കേണ്ട അനുസരണം കൊടുത്തില്ലെങ്കിൽ, ഖലീഫക്കെതിരായി തിരിഞ്ഞാൽ അയാൾ ജാഹിലിയ മരണമാണ് മരിക്കുക. പക്ഷെ എങ്കിലും ഒരു കരാറ് നിറവേറ്റുക, കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് അത് പ്രകാരം ചെയ്യുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘടനയിൽ പ്രവർത്തിക്കാൻ ഒരാൾ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് അതിൽ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ആ സംഘടനയോട് സഹകരിക്കാൻ തീരുമാനിച്ചാൽ അയാൾ ആ സംഘടനാ നേതൃത്വം പറയുന്നത് അനുസരിക്കൽ നിർബന്ധമാണ് എന്ന് പണ്ഡിതന്മാരുടെ ഫത്വകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നു. ഇവിടെ വ്യക്തമായ രണ്ട് ഫത്വകൾ ഞാൻ വായിക്കുന്നു. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് ചോദിക്കപ്പെട്ടു, ഇഹ്യാഉ തുറാത്ത് എന്ന സംഘടനയുണ്ട് കുവൈത്തിൽ. ആ സംഘടനയുടെ ചില വ്യക്തികളാണ്, പ്രവർത്തകരാണ് ചോദിക്കുന്നത്. ഷെയ്ഖോട് ചോദിക്കുകയാണ്, ഷെയ്ഖെ, ഞങ്ങളുടെ നാട്ടിൽ പ്രദേശത്ത് നമ്മുടെ പ്രവർത്തന സ്വഭാവം എങ്ങനെയാ വെച്ചാൽ മണ്ഡലങ്ങളായി മേഖലകളായി ഞങ്ങൾ തിരിച്ചിട്ടുണ്ട്. ഓരോ മേഖലക്കും മസ്ഊലുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ആളുണ്ട്. അദ്ദേഹം പറയുന്നു, വൽ മസ്ഊലു ഹാദാ യർജിഉ ഇലാ മസ്ഊലിൻ അഅലാ മിൻഹു. പ്രത്യേകം കേൾക്കണം, ഈ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി, ഓരോ മേഖലക്കും എന്തുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ആളുണ്ട്. ഈ ഉത്തരവാദിത്തപ്പെട്ട ആള് അയാളെക്കാളും മേലെയുള്ള ഉന്നതനായ ഉത്തരവാദിത്തപ്പെട്ട മസ്ഊലിലേക്ക് മടങ്ങും. കതൻദീമിൻ ദഅവിയ്യിൻ മിൻ നാഹി ദുറൂസിൻ വഗൈരിഹി. അതായത് ക്ലാസുകളും പ്രഭാഷണങ്ങളൊക്കെ ക്രമീകരിക്കാൻ ചിട്ടപ്പെടുത്തുവാനും വേണ്ടി ആണ് ഈ ഒരു രൂപം നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ചോദ്യം എന്താണ്? ഫസ്സുആലു ഹുനാ, ഇവിടെ ചോദ്യം, ഹലിൽ മസ്ഊലു ഹാദാ ജസാക്കല്ലാഹു ഖൈർ താഅതുഹു വാജിബത്തുൻ അം ലാ. അതായത് ഈ പറഞ്ഞ സംഘടനയിലുള്ള മസ്ഊല്, ഉത്തരവാദിത്തപ്പെട്ട ഈ വ്യക്തിയെ അനുസരിക്കൽ നിർബന്ധമാണോ ഇല്ലേ? അദ്ദേഹം ഉത്തരം പറയുന്നു, ഇദാ കാന അത്തൻദീമു മിൻ ഖിബലി വലിയിൽ അംരി ഫഇന്നഹു യജിബു അത്തമശി ബിമാ യഖൂൽ. അതായത് മുസ്ലിം ഭരണാധികാരിയുടെ കീഴിലുള്ള ഒരു വ്യവസ്ഥ രൂപമാണെങ്കിൽ അവിടെ നിർബന്ധമായും ആ ഉത്തരവാദിത്തപ്പെട്ട മസ്ഊലിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കൽ നിർബന്ധമാണ് എന്ന് ഷെയ്ഖ് പറയുന്നു. അദ്ദേഹം പറയുന്നു, അമ്മ ഇദാ കാന തൻദീമൻ ദാഖിലിയൻ ലാ അലാഖത ലഹു ലാ അലാഖത ലിൽ ഹുകുമതി ഫീ. ഗവൺമെന്റിന് ഭരണാധികാരിയുമായി ബന്ധപ്പെടാത്ത ഒരു വ്യവസ്ഥാപിതമായ രൂപമാണെങ്കിൽ ഫഹഉലാഇ ഇൻ റദൂ അൻ യകൂന ഹാദാ അമീറഹും ഫതാഅതുഹു വാജിബ. അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, ഇനി ഗവൺമെന്റുമായി അഥവാ വലിയുൽ അമ്രുമായി ബന്ധപ്പെടാത്ത ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു തൻദീമാണ്, ഒരു വ്യവസ്ഥാപിതമായ ഒരു പ്രവർത്തനമാണെങ്കിൽ ആ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഇയാളെ അമീറായി നേതൃത്വമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഫതാഅതുഹു വാജിബ, അയാളെ അനുസരിക്കൽ നിർബന്ധമാണ് എന്ന് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് കൂട്ടിച്ചേർക്കുന്നു. വഇല്ലം യർദൗ, ഇനി ആ സംഘടനയിൽ പെടാതെ അല്ലെങ്കിൽ കൂടാതെ സഹകരിക്കാതെ ഇയാളെ തൃപ്തിപ്പെടാത്ത ഒരു വ്യക്തികളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അയാൾ അനുസരിക്കൽ നിർബന്ധമല്ല. അതായത് നമ്മൾ ഈ കാര്യം പറയുമ്പോൾ സംഘടനയിൽ ഉള്ള അംഗങ്ങളായ വ്യക്തികൾ സംഘടന നേതൃത്വത്തെ അനുസരിക്കുന്ന നിർബന്ധമാണെന്ന് പറയുമ്പോൾ എല്ലാ മുസ്ലിമീങ്ങളും ഇയാൾ അനുസരിക്കുമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല എന്നാണ് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഇതിന്റെ മാനദണ്ഡം? ഒരു സംഘടന വ്യവസ്ഥാപിതമായി നടക്കണമെങ്കിൽ ക്രമം തർത്തീബ് പ്രകാരം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവിടെ ഫൗള ഇല്ലാതിരിക്കുവാൻ വേണ്ടി, അലങ്കോലപ്പെടാതിരിക്കുവാൻ വേണ്ടി ഈ തൻദീമിന്റെ അടിസ്ഥാനത്തിൽ
ആ സംഘടനയുടെ അംഗങ്ങൾ ഒരു വ്യക്തിയെ അമീറായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ അമീറിന്റെ നിർദ്ദേശപ്രകാരം അനുസരിക്കുന്നത് നിർബന്ധമാണ് എന്ന് ശൈഖ് ഇബ്നു ഉഥൈമീൻ റഹ്മത്തുള്ളാഹി കൂട്ടിച്ചേർക്കുന്നു. ഒരു ഫത്വയും കൂടി വായിച്ചിട്ട് വേറെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് പെട്ടെന്ന്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ്, ഒരു പക്ഷേ നിങ്ങൾ മദീനക്കാരായ പ്രവർത്തകർക്ക് പരിചയമുള്ള ഷെയ്ഖാണ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ്. മദീനയെ സംബന്ധിച്ചിടത്തോളം ഹദീസിന്റെ വിഷയത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഹഫിളഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ഷർഹു സുനനി അബി ദാവൂദിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സുനൻ അബി ദാവൂദ് എന്ന ആ മഹത്തായ ഹദീസ് ഗ്രന്ഥം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ചോദ്യം വരികയാണ്. മാ ഹുക്മു ഈജാബി ത്വാഅത്തി ഉമറാഇൽ ജമാഅത്തിൽ ഇസ്ലാമിയ്യ, ഇസ്ലാമിക സംഘടനകളുടെ അമീർമാരെ അനുസരിക്കുന്നത് നിർബന്ധമാക്കുന്നതിന്റെ വിധി എന്താണ്? വ ഇൽസാമുൽ അഫ്റാദി ബി ആറാഇൽ അമീർ, ആ അമീറിന്റെ അഭിപ്രായങ്ങൾ അനുസരിക്കാൻ വ്യക്തികളെ നിർബന്ധിപ്പിക്കുന്നത് ഇതിന്റെ വിധി എന്താണ്? വതുഖാസു ത്വാഅതുഹു അലാ ത്വാഅതി അമീർ സഫർ, യാത്രയുടെ അമീറിന്റെ അതേ വിധിയുമായി ഖിയാസ് നടത്തലും എന്താണ് ഇതിന്റെ വിധി? ഉത്തരം, അമീർ സഫരി കമാ ഹുവ മഅലൂമുൻ യുതാഉ ഫി ഹുദൂദി സഫർ, യാത്രയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ യാത്രയുടെ അമീറിനെ അനുസരിക്കൽ നിർബന്ധമാണ്. ഫീമാ യതഅല്ലഖു ബിന്നുസൂലി വൽ മസീർ വകൗനു അഹദിഹിം യുരീദു അൻ യൻസരിഫ് ഔ യദ്ഹബ യമീന ഔ ശിമാലൻ ഫയസ്തഅദിൻ അമീർ, യാത്രയിൽ ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകണം. അപ്പോൾ ആരോട് സമ്മതം ചോദിക്കണം? അമീറിനോട് സമ്മതം ചോദിക്കണം. എന്നിട്ട് അദ്ദേഹം വിഷയത്തിലേക്ക് വരുന്നു. വഇദാ കാന ബഅദുൽ മുസ്ലിമീന ഫി ബിലാദിൻ കാഫിറ, അമുസ്ലിം നാടുകളിൽ ചില മുസ്ലിമീങ്ങൾ വകൗവനു ജമാഅ, ഒരു ജമാഅത്ത് അവർ രൂപീകരിച്ചു കഴിഞ്ഞാൽ, ഫമദാമ അന്നഹും കൗവനു ജമാഅ വജഅലു ലഹും റഈസൻ ഫയസ്മഉ ലഹു വയുതീഉ, അവരെ ഒരു സംഘടന രൂപീകരിക്കുകയും ആ സംഘടനക്ക് ഒരു നേതൃത്വത്തെ അവർ സ്വീകരിക്കുകയും ചെയ്താൽ അയാൾ പറയുന്നത് കേൾക്കുകയും സമഉം വയുതീഉ അനുസരിക്കുകയും ചെയ്യണം. ഇദാ ഖാല ഇദ്ഹബ്, ഉദാഹരണം പറയുന്നു, നേതൃത്വം പറയാണ് പ്രവർത്തകനോട്, ഇദ്ഹബ് ലിൽ മക്കാനിൽ ഫുലാനി, ഈ സ്ഥലത്തേക്ക് പോകുക താങ്കൾ, വഅദ്ദി ഫീഹി അൽ അമൽ അൽ ഫുലാനി, ഈ കാര്യം ഈ ദഅവ പ്രവർത്തനം താങ്കൾ ചെയ്യുക. ഫഇന്നഹു യസ്മഉ ലഹു വയുതീഉ, ഈ പ്രവർത്തകൻ നേതൃത്വം പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും വേണം. വഇദാ കാന ലാ യസ്തതീഉ, അത് കഴിഞ്ഞില്ലെങ്കിൽ അയാൾ പറയണം, അന ഇൻദി ശുഗ്ൽ അർസിൽ ഗൈരി, എനിക്ക് ചില തിരക്കുണ്ട്, ഞാൻ വേറെ വ്യക്തിയെ താങ്കൾ അയക്കുക എന്നൊക്കെ പറയണം. അതല്ലാതെ അയാൾ ധിക്കരിക്കരുത് എന്ന് ഷെയ്ഖ് പറയുന്നു. അമ്മാ ഇദാ ലം യജിദ് അസ്സംഅ വത്ത്വാഅ ഫീ ഹുദൂദി മാ ഹുവ സായിഖ് ഫമാ ഫായിദതു കൗനിഹി റഈസൻ ലഹും, ഇനി ഈ റഈസിനെ ആരും അനുസരിക്കുന്നില്ലെങ്കിൽ, സമഉം ത്വാഅത്തും കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അയാളെ റഈസായി വെച്ചിട്ടുള്ളത്? ഫകൗനു യുസ്ബിഹു റഈസൻ ലഹും ഔ മുദീറൻ, ഒരു വ്യക്തി നേതൃത്വമോ അല്ലെങ്കിൽ മാനേജറോ ആയി സ്വീകരിക്കപ്പെട്ടാൽ ഫഇന്നഹും യസ്മഊന ലഹു വയുതീഊൻ, അവർ പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതാകുന്നു എന്ന് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഹഫിളഹുല്ലാഹ് പറയുന്നു. അപ്പോൾ ഈ ദീർഘമായ സമഉം ത്വാഅത്തും എന്ന വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ട ചുരുക്കം പെട്ടെന്ന് പറയാണ്. ഖലീഫത്തുൽ മുസ്ലിമീൻ നൽകപ്പെടേണ്ട ഒരു സമഉം ത്വാഅത്തുമുണ്ട്. ആ സമഉം ത്വാഅത്തും മറ്റുള്ളവർക്ക് നൽകണമെന്ന് സലഫി പണ്ഡിതന്മാരോ പ്രവർത്തകരോ പറയുന്നില്ല. എന്നാൽ ഒരു സംഘടനാ നേതൃത്വം സംഘടനയുടെ ആ വ്യവസ്ഥാപിതമായ ആ പ്രവർത്തനം ചിട്ടപ്പെടുത്തുവാനും ക്രമീകരിക്കുവാനും വേണ്ടി സംഘടന നേതൃത്വത്തെ അനുസരിക്കുന്നത് നിർബന്ധമാണെന്ന് പണ്ഡിതന്മാർ കൂട്ടിച്ചേർക്കുന്നു. ഈ രണ്ട് സമഉം ത്വാഅത്തും നമ്മുടെ നാട്ടിൽ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അതൊരു മിക്സായി പോയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സഹായിക്കുമാറാകട്ടെ. രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, സമയം വൈകിപ്പോയിട്ടുണ്ട്. അൽ വലാഉ വൽ ബറ, അതായത് നമ്മുടെ സ്നേഹവും വെറുപ്പും, നമ്മുടെ അടുപ്പവും ബന്ധവും അകൽച്ചയും ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? കാരണം ഹദീസിൽ വന്നല്ലോ, സഹീഹായ ഹദീസ് വന്നല്ലോ, ഔസഖു ഉറൽ ഈമാൻ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്, വിശ്വാസത്തിന്റെ ഏറ്റവും മുറുക്കമുള്ള പാശം എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ വെറുക്കുക.
അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുക. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ നമ്മൾ സ്നേഹിക്കുക. ഖുർആനും സുന്നത്തും വിരുദ്ധമായി ഇസ്ലാമിക ശത്രുക്കളെ നമ്മൾ വെറുക്കുക. ഇത് ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട ഉസൂലുകളിൽപ്പെട്ട ഒരു കാര്യമാകുന്നു. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, അൽ വലാഉ വൽ ബറാ. പക്ഷെ ഇത് ചില വ്യക്തികളുടെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ, വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സ്നേഹവും വെറുപ്പും ബന്ധവും അകൽച്ചയും ആ രീതിയിലാണെങ്കിൽ അവിടെയാണ് പണ്ഡിതന്മാർ അത് ഹിസ്ബിയത്താണ്, കക്ഷിത്വം, പക്ഷപാതിത്വം എന്നൊക്കെ വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ അൽ വലാഉ വൽ ബറാ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഷെയ്ഖുമാര് ഉദ്ധരിച്ച ഒരു സംഘടന രൂപീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ സംഘടനയിൽ ഉണ്ടാകേണ്ട ചില ഉപാധികൾ, ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞ കാര്യം എന്താണ്? ഹിസ്ബിയത്തായ വലാഉം ബറാഉം പാടില്ല. അപ്പം ഹിസ്ബിയത്തായ വലാഉം ബറാഉം ഉണ്ടെങ്കിലോ അത് ബിദ്അത്തുകാരുടെ സ്വഭാവമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, വലിഹാദാ കാന മിൻ ശിആരി അഹ്ലിൽ ബിദ്അ, ബിദ്അത്തുകാരുടെ ചിഹ്നങ്ങളിൽ പെട്ടതായിരുന്നു ഇഹ്ദാസു ഖൗലിൻ ഔ ഫിഅലിൻ, ചില ഖൗലും ഫിഅലും പ്രവർത്തനവും സംസാരമൊക്കെ പുതുതായി ഉണ്ടാക്കുകയും ജനങ്ങളെ അത് അടിച്ചേൽപ്പിക്കുകയും അത് പ്രവർത്തിക്കുവാൻ, സ്വീകരിക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്യുക. വൽ മുവാലാതു അലൈഹി വൽ മുആദതു അല തർക്കിഹി, ജനങ്ങളെ അതിന്റെ അടിസ്ഥാനത്തിൽ സ്നേഹിക്കുകയും ശത്രുത പ്രകടിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ ഖവാരിജുകൾ, റവാഫിദുകൾ എന്നൊക്കെ ശൈഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഉദാഹരണം നൽകുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായവും അതുപോലെ തന്നെ നിലപാടും സ്വീകരിക്കാൻ മറ്റുള്ളവരെ നിർബന്ധിക്കാൻ പാടില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇജ്തിഹാദിയായ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഖുർആനിന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യണം. അതല്ലാതെ വ്യക്തികളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലല്ല അതിൽ സത്യവും ബാത്തിലും ഹക്കും ബാത്തിലും തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ വലാഉം ബറാഉം ഉണ്ടാകാൻ പാടില്ല. ശൈഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പോലുള്ള പല സലഫി പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ പ്രത്യേകം ചെറുപ്പക്കാർക്ക് പ്രത്യേകം മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, നസീഹത്ത് നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഫനസീഹതി ലി അബ്നാഇ ശബാബ് വ ഇഖ്വാനി, എന്റെ ഉപദേശം, നസീഹത്ത്, അൻ യദ്ഉ ഹദ തഹസ്സുബ്, ഈ പറഞ്ഞ കക്ഷിത്വം, പക്ഷപാതിത്വം അവർ ഉപേക്ഷിക്കുക. വഅൻ യദ്ഉ തസ്നീഫ് അന്നാസ്, ജനങ്ങളെ തസ്നീഫ് നടത്തിക്കൊണ്ട് ആരോപണം നടത്തലും ആക്ഷേപിക്കലും എല്ലാം ഉപേക്ഷിക്കണം. വഅല്ലാ യഹ്തമു ബിശ്ശഖ്സിൽ മുഅയ്യൻ, ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രം ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് വയജ്അലുൽ വലാഅ വൽ ബറാഅ മൗഖൂഫൻ അലൽ മുവാലാത്തി അവൽ ബറാഅത്തി മിൻഹു, അതായത് ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വലാഉം ബറാഉം ഉണ്ടാകാൻ പാടില്ല. ആ വ്യക്തിക്ക് സ്നേഹമുള്ളവരെ നമ്മൾ സ്നേഹിക്കുക, ആ വ്യക്തിക്ക് വെറുപ്പുള്ളവരോട് നമ്മൾ വെറുപ്പ് കാണിക്കുക. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല എന്ന് ഷെയ്ഖ് അവറുകൾ പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ അൽ വലാഅ് വൽ ബറാഅ്, സ്നേഹവും അതുപോലെ തന്നെ വെറുപ്പും എല്ലാം ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് പണ്ഡിതന്മാർ പ്രത്യേകം സൂചിപ്പിക്കുന്നു. ഇനി അവസാനമായി പറയാനുള്ള ഒരു ഒറ്റ വിഷയം, അത് തർക്ക വിഷയങ്ങൾ വരുമ്പോൾ എന്താണ് നാം സ്വീകരിക്കേണ്ട നിലപാട്. കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് തർക്ക വിഷയങ്ങൾ വരുമ്പോൾ പരസ്പരം ഭിന്നിക്കുകയും വെറുപ്പുണ്ടാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ഇത് വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് സലഫി പ്രവർത്തകർക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സ്വഭാവമാണ്. സഹാബത്തുകൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല വിഷയങ്ങളും. പണ്ഡിതന്മാര് പറയുന്നു ചില വിശ്വാസപരമായ വിഷയങ്ങളടക്കം തർക്കമുണ്ടായിട്ടുണ്ട്. അതായത് വിശ്വാസപരമായ വിഷയങ്ങൾ രണ്ടിനമാണ്. ഒന്ന് ഉസൂലുദ്ദീൻ, ഇസ്ലാമിന്റെ മൗലിക വിഷയങ്ങൾ. രണ്ടാമത്തെ വിഷയങ്ങൾ വിശ്വാസകാര്യങ്ങളിലുള്ള ശാഖാപരമായ വിഷയങ്ങൾ. പണ്ഡിതന്മാർ ഉദാഹരണം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോയത് റൂഹ് കൊണ്ടാണോ അല്ല റൂഹും ശരീരം കൊണ്ടാണോ, ആത്മാവ് കൊണ്ട് മാത്രമാണോ പോയത് അല്ല ശരീരം കൊണ്ട് പോയിട്ടുണ്ടോ?
ഒരു തർക്കം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് രാവിൽ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലേ, അങ്ങനത്തെ വിഷയങ്ങളിൽ, അതായത് ഇസ്ലാമിന്റെയും ഈമാനിന്റെയും അടിസ്ഥാന സ്തംഭങ്ങളിൽ ഘടകങ്ങളിലുള്ള തർക്കമല്ല, മറിച്ച് ഇതുപോലെയുള്ള ഗൈബിയായ അദൃശ്യ വിഷയങ്ങളിലുള്ള ചില തർക്കങ്ങൾ ആണ്. എന്നിട്ടും പരസ്പരം ഈ തർക്കം ഉണ്ടായിട്ടും അഥവാ ഭിന്നാഭിപ്രായം ഉണ്ടായിട്ടും പരസ്പരം ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ വേറെ ചേരിയായിട്ട് പോവുകയോ ചെയ്തിട്ടില്ല എന്ന് പ്രത്യേകം നാം പാഠം ഉൾക്കൊള്ളണം. അപ്പോൾ എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്? സൗമ്യമായി, വളരെ മാന്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നസീഹത്ത് നൽകുക. നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, തർക്കമുണ്ടെങ്കിൽ തർക്ക വിഷയങ്ങൾ അത് പരസ്യമായി ജനങ്ങളുടെ മുന്നാകെ അങ്ങോട്ട് പരസ്പരം ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും വ്യക്തിപരമായ രീതികളിൽ ആ വിഷയത്തെ കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ദഅവത്തിനെ ശരിക്കും അത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രബോധകർ തമ്മിൽ മനസ്സ് ഇണക്കുവാനും ആ സൗഹാർദ്ദത്തിലും സാഹോദര്യത്തിലും പ്രവർത്തിക്കുവാനും കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും അല്ലാഹു സഹായിക്കുമാറാകട്ടെ. ഇനി എപ്പോഴാണ് ഒരു വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, അതായത് ഈ തർക്ക വിഷയങ്ങളിൽ എപ്പോഴാണ് തർക്ക വിഷയങ്ങളിൽ ഭിന്നാഭിപ്രായങ്ങളിൽ വിരോധം കാണിക്കേണ്ടത് അല്ലെങ്കിൽ എതിർക്കേണ്ടത്? അതായത് നമുക്കറിയാം, ഒരു തിന്മ കണ്ടാൽ എന്ത് ചെയ്യണം? അതിനെ എതിർക്കണം. മർ റഅ മിൻകും മുൻകറൻ ഫലിയുഗയ്യിറു ബിയദിഹി. എന്നാൽ എപ്പോഴാണ് അത് മുൻകറായിട്ട് കാണുകയും ആ മുൻകറിനെ എതിർക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകേണ്ടത്? ഇവിടെയാണ് നാം ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അതായത് തർക്ക വിഷയങ്ങൾ രണ്ട് ഇനങ്ങളാകുന്നു. ഒന്ന്, ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ ഒരു തെളിവും വരാത്ത തർക്ക വിഷയങ്ങൾ. ഖുർആനിലോ സുന്നത്തിലോ ആ തർക്ക വിഷയത്തിന് എന്തില്ല? തെളിവില്ല. ഇതിനാ പണ്ഡിതന്മാർ പറയുന്നത് അൽ മസാഇൽ ഇജ്തിഹാദിയ്യ, ഇജ്തിഹാദി മേഖലയിലുള്ള വിഷയങ്ങൾ. അതായത് പണ്ഡിതന്മാരുടെ ഗവേഷണത്തിനിരയായ വിഷയങ്ങൾ. ഇത് ഹാദൽ ഖിലാഫു സായിഖ്, ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായം അനുവദിച്ചതാണ്. വൽ ഖിസ്മു الثاني أن يكون الخلاف في مسائل فيها الدليل. ഒന്നാമത്തെ ഇനം എന്താണ്? തർക്ക വിഷയങ്ങൾ രണ്ട് ഇനങ്ങളാവുന്നു. ഒന്നാമത്തെ ഇനം തെളിവില്ലാത്ത തർക്ക വിഷയങ്ങൾ. ഗണ്ഡിതമായ ഖുർആനിലെ സുന്നത്തിലെ തെളിവില്ല, തർക്ക വിഷയങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തെ ഇനം എന്താണ്? തെളിവുണ്ട്, തെളിവുള്ള തർക്ക വിഷയങ്ങൾ. ആ വിഷയങ്ങൾ രണ്ട് ഇനങ്ങളാക്കി പണ്ഡിതന്മാർ വേറെ തിരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. ഒന്നെന്താണ്? ഒന്ന് ശക്തമായ ഭിന്നാഭിപ്രായങ്ങളുള്ള വിഷയങ്ങൾ, ശക്തമായ ഖിലാഫുള്ള വിഷയങ്ങൾ. രണ്ടാമത്തെ ഇനം ദുർബലമായ ഖിലാഫുള്ള ഭിന്നാഭിപ്രായമുള്ള വിഷയങ്ങൾ. അതായത് ദലീലുള്ള തെളിവുള്ള ഭിന്നാഭിപ്രായമുള്ള വിഷയങ്ങൾ രണ്ട് ഇനങ്ങളാകുന്നു. ഒന്ന് ശക്തമായ ഭിന്നാഭിപ്രായം. ശക്തമായ ഭിന്നാഭിപ്രായം രണ്ടു കൂട്ടരും ധരിക്കുന്നത് എന്താണ്? തെളിവാണ്, ഖുർആനും സുന്നത്തുമാണ്. രണ്ടിനും ന്യായീകരണം പറയാം, രണ്ടിനും ശക്തമായ ന്യായങ്ങളും തെളിവുകളും പണ്ഡിതന്മാരുടെ പിൻബലവും ഉണ്ട്. ഇതാണ് ഖിലാഫുൻ ഖവി എന്ന് പറയാം. പണ്ഡിതന്മാർ പറയുന്നു, ഷെയ്ഖ് സാലിഹ് അൽ ഷെയ്ഖിന്റെ ഷർഹ് കശ്ഫ് ശുബ്ഹാത്തിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, അൽ ഖിലാഫു ഫീഹ ഖവിയ്യുൻ ഫലാ ഇൻകാർ. ഇങ്ങനെ ശക്തമായ പണ്ഡിതന്മാരുടെ ഭിന്നാഭിപ്രായം ഉണ്ടാവുമ്പോൾ, കാരണം രണ്ട് കൂട്ടരുടെ തെളിവുകൾ ബാഹ്യമായി നോക്കുമ്പോൾ ഒരേപോലെയാണ്, ഒരേ കൂവത്താണ്. അങ്ങനെയാകുമ്പോൾ അവിടെ ഇൻകാർ പാടില്ല. ഇൻകാർ എന്ന് വെച്ചാൽ എതിർക്കാൻ, ആക്ഷേപിക്കാൻ, വിമർശിക്കാൻ പാടില്ല. താങ്കൾ എന്തുകൊണ്ട് ചെയ്തു, അത് തെറ്റാണ്, തിന്മയാണ്, ഹറാമാണ്, പക്ഷേ ചർച്ച ചെയ്യാം, അതല്ലാതെ ഇൻകാർ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതിന് ചില ഉദാഹരണങ്ങൾ ഷെയ്ഖ് തങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണമായി, ഒരു മഅ്മൂമ് നമസ്കരിക്കുമ്പോൾ, ഇമാമിന്റെ പിന്നിൽ നമസ്കരിക്കുമ്പോൾ, മഅ്മൂമ് ഉറക്കെ ഒന്ന് സന്ദർഭത്തിൽ ജഹരിയ നമസ്കാരങ്ങളിൽ മഅ്മൂമ് ഓതേണ്ട ഫാത്തിഹ ഓതേണ്ട ആവശ്യമുണ്ടോ?
അപ്പൊ മഗ്രിബ് നമസ്കരിക്കുകയാണ് ഇമാമിനോടൊപ്പം മഅ്മൂം. അങ്ങനെയാകുമ്പോൾ ഫാത്തിഹ ചൊല്ലേണ്ട ആവശ്യമില്ലേ? ഇത് പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. മനസ്സിലായില്ലേ? ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു മഅ്മൂം ഫാത്തിഹ ചൊല്ലണം, അത് ഉറക്കെ ഓതുകയാണെങ്കിലും പതുക്കെ ഓതുകയാണെങ്കിലും. മറ്റു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു മഅ്മൂം ജഹരിയ നമസ്കാരത്തിൽ ഓതേണ്ട ആവശ്യമില്ല, ഇമാം ഓതുന്നത് മതി, അത് കേൾക്ക് ശ്രവിക്കേണ്ട ബാധ്യത മഅ്മൂമിനുണ്ട്, അതുകൊണ്ട് ഓതാൻ പാടില്ല. ഇത് യഥാർത്ഥത്തിൽ ഈ ഖിലാഫുൻ ഖവി ശക്തമായ ഭിന്നാഭിപ്രായത്തിൽ പെട്ടതാകുന്നു. അതുകൊണ്ട് തന്നെ താങ്കൾ എന്തുകൊണ്ട് ഫാത്തിഹ ഓതുന്നില്ല, തിന്മയാണ്, ശക്തമായി വിമർശിക്കപ്പെടേണ്ട ഒരു വിഷയമല്ല ഇത്. കാരണം രണ്ട് കൂട്ടർക്കും അവർ ഉന്നയിക്കേണ്ട തെളിവുകളും പ്രമാണങ്ങളും ഹദീസുകളും പണ്ഡിതന്മാരുടെ ഉദ്ധരണികളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സലഫി പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ എന്തുണ്ട്? രണ്ടഭിപ്രായമുണ്ട്. ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ള, അതിനു മുമ്പ് ഷെയ്ഖ് ഇമാം ഇബ്നു തൈമിയ, അതിനു മുമ്പ് ഇമാം മാലിക് ഹംബലി മദ്ഹബ് പ്രകാരം എന്ത് ഓതേണ്ട ആവശ്യമില്ല, ഫാത്തിഹ ഓതേണ്ട ആവശ്യമില്ല. ഷാഫി മദ്ഹബ് പ്രകാരം ഇമാം നവവി പോലെയുള്ള വലിയ പണ്ഡിതന്മാര്, അതുപോലെ സൗദി അറേബ്യത്തെ ഒട്ടുമിക്ക പണ്ഡിതന്മാര് ഇബ്നു ബാസ് ഇബ്നു ഉസൈമീനൊക്കെ ഫാത്തിഹ ഓതണം എന്ന് പറയുന്നവരാണ്. അപ്പൊ ഇവിടെ എന്തില്ല, ഈ വിഷയത്തിൽ ഈ പണ്ഡിതന്മാരുടെ രീതി നോക്കുകയാണെങ്കിൽ പരസ്പരം വിമർശിക്കുന്ന സ്വഭാവം നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷേ വിമർശിക്കാൻ പാടില്ല എന്ന തത്വം ശരിയാണെങ്കിലും എന്ത് പാടുണ്ട്? ചർച്ചകൾ, പരസ്പരമുള്ള ഈ നിഖാഷാത്ത്, അത് വേണം എന്നും കൂട്ടിച്ചേർക്കണം. രണ്ടാമത്തെ ഇനം എന്താണ്? നമ്മളെന്താ ഒന്നാമത്തെ ഇനം ഇപ്പൊ പറഞ്ഞത്? ഖിലാഫുൻ ഖവി, ശക്തമായ ഭിന്നാഭിപ്രായം. എന്തില്ല? ഇൻകാറില്ല. രണ്ടാമത്തെ ഇനം ദുർബലമായ ഭിന്നാഭിപ്രായം. ദുർബലമായ ഭിന്നാഭിപ്രായം പറഞ്ഞാല്, അതായത് മറുഭാഗത്തിന്റെ അഭിപ്രായം ഇങ്ങനെ ഉന്നയിക്കാനുള്ള തെളിവുകൾ വളരെ ദുർബലമാണ്. മാത്രമല്ല അത് സ്വീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ വളരെ ന്യൂനപക്ഷമാണ്. മാത്രമല്ല ചില പണ്ഡിതന്മാര് അവർക്കെതിരായി ഇജ്മാ അടക്കം ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് ആ വിഷയം ഇജ്മാഇന്, പണ്ഡിതന്മാരുടെ ഇജ്മാഇന് വിരുദ്ധമാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ അതെന്തല്ല, അത് ഒരു അംഗീകരിക്കപ്പെട്ട ഒരു ഖിലാഫായി നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻകാർ പാടുള്ള മേഖലയാണ്. ഇൻകാറും പാടെന്ന് പറഞ്ഞാൽ അത് വിമർശിക്കപ്പെടേണ്ട ഒരു അഭിപ്രായ ഭിന്നതയാണ്. അതായത് നമുക്ക് എതിരായ അഭിപ്രായക്കാരെ നമുക്ക് വിമർശിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു മേഖലയാണ്. അതിന് ഒരു അഭിപ്രായം പറയാനുള്ളത്, ഉദാഹരണമായി ഈ കാലഘട്ടത്തിൽ ചിലർ ഉദ്ധരിക്കാറുള്ള ഒരു അഭിപ്രായമാണ്, ഇപ്പൊ താടി വടിക്കുന്നത് ഹലാലാണ് അല്ലെങ്കിൽ അത് ഹറാമല്ല എന്നൊരു പറഞ്ഞ സംഗതി. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. മുൻകാല പണ്ഡിതന്മാർക്ക് തർക്കമില്ലാത്ത വിഷയം. അത് ഈ ചില പണ്ഡിതന്മാർ ആധുനിക കാലഘട്ടത്തിൽ അത് ഹറാമല്ല എന്ന് പറഞ്ഞാൽ അത് ഹറാമാകാതിരിക്കൂല. അത് ഖണ്ഡിതമായ തെളിവുകൾക്കും സലഫ് സാലിഹ്യങ്ങളുടെ മനഹജിനൊക്കെ വിരുദ്ധമായ വിഷയമാണ്. അങ്ങനെ അതേപോലെ തന്നെ ചില വിഷയങ്ങളിൽ ഇപ്പം പലിശയുടെ ചില ഇനങ്ങൾ ജായിസാണ് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. അതൊക്കെ ശരിക്ക് വ്യക്തമായ ഖുർആനിനും സുന്നത്തിനും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾക്കൊക്കെ വിരുദ്ധമാണ്. ദുർബലമായ ഖിലാഫാണ്, ഖിലാഫുൻ ദഈഫ് എന്നാണ് അതിന് പറയുക. അതിനൊക്കെ ഇൻകാർ പറ്റും. അപ്പോൾ ഈ ഇൻകാർ നടത്തുമ്പോഴും അതിന്റെ ഒരു മാനദണ്ഡത്തെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതായത് അവിടൊക്കെ നമ്മൾ വളരെ മാന്യമായി അദബുൽ ഖിലാഫ്, ഭിന്നാഭിപ്രായം വരുമ്പോൾ അദബ് പാലിച്ചുകൊണ്ട് ആ സൗഹാർദ്ദത്തോടെ, കാരണം നമ്മൾ വിമർശിക്കുകയും അല്ലെങ്കിൽ നമ്മൾ എതിരെ അഭിപ്രായം പറയുന്നത് നമ്മുടെ സഹോദരന്മാരെ കുറിച്ചാണ്. ആ ഉഖുവത്തിന്റെ ആ ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുകയും ചെയ്യണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയന്റെ ഒരു ഉദ്ധരണി വായിച്ചുകൊണ്ട് മാത്രം അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, മജ്മുഅൽ ഫതാവയിൽ 24-ാം വാള്യം 172-ാമത്തെ പേജിൽ സഹാബത്തുകളെ കുറിച്ച്, وكانوا يتناظرون في المسألة مناظرة مشاورة ومناصحة. അതായത് പരസ്പരം കൂടിയാലോചന, സദുപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സഹാബത്തുകൾ സലഫ് സാലിഹ്യങ്ങൾക്കിടയിൽ എന്തുണ്ടായിട്ടുണ്ട്? സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
وربما اختلف قولهم في المسألة العلمية والعملية. ഒരു പക്ഷേ വിശ്വാസ കാര്യങ്ങളിലും കർമ്മശാസ്ത്ര വിഷയങ്ങളിലും അവരുടെ അഭിപ്രായങ്ങൾ തമ്മിൽ ഭിന്നമായിട്ടുണ്ടാകാം. മഅ ബഖാഇൽ, ഇവിടെയാണ് നമ്മുടെ പോയിന്റ്, മഅ ബഖാഇൽ ഉൽഫതി വൽ ഇസ്മതി വഉഖുവതി ദീൻ, പരസ്പരമുള്ള ഐക്യവും സ്നേഹവും സാഹോദര്യവുമെല്ലാം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സംവാദമായിരുന്നു അവർക്കിടയിൽ. അത് അദ്ദേഹം പറയുന്നു, فعائشة أم المؤمنين عائشة رضي الله عنها أم المؤمنين قد خالفت ابن عباس وغيره من الصحابة في أن محمدا صلى الله عليه وسلم رأى ربه. അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടായിരുന്നു ആർക്ക്? ആയിഷ റളിയല്ലാഹു അൻഹ. അദ്ദേഹം പറയുന്നു, വജുംഹൂറുൽ ഉമ്മത്തി അലാ ഖൗലി ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തോട് യോജിച്ചതായിരുന്നു അവരുടെ വീക്ഷണം, ഭൂരിഭാഗം മുസ്ലിമീങ്ങളുടെയും വീക്ഷണം. അദ്ദേഹം പറയുന്നു, മഅ അന്നഹും ലാ യുബദ്ദിഊന അൽ മാനിഈൻ അല്ലദീന വാഫഖു ഉമ്മൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ. അതോടൊപ്പം തന്നെ ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തോട് യോജിച്ച സഹാബത്തുകളെ, വ്യക്തികളെ ബിദ്അത്തുകാരായി ചിത്രീകരിക്കുന്ന സ്വഭാവം അവർക്കില്ലായിരുന്നു. ഭിന്നാഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇരുകൂട്ടരും ആരാണ്? പ്രവാചകന്റെ സഹാബിമാരാണ്, സലഫു സാലിഹീൻ പെട്ടവരാകുന്നു. അപ്പം ആ സാഹോദര്യം, ആ ഐക്യബോധത്തോടെയായിരുന്നു അവരുടെ ആ ഭിന്നാഭിപ്രായം അവർ കൈകാര്യം ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, വകദാലിക അൻകറത് അൻ യകൂന അൽ അംവാതു യസ്മഊന ദുആ അൽ ഹയ്യ്. അതായത് ആയിഷ റളിയല്ലാഹു അൻഹ എതിർത്തിരുന്ന ഒരു കാര്യമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖലീബിൽ വീണ ബദ്ർ യുദ്ധത്തിൽ ശവങ്ങളായി എറിയപ്പെട്ട ആ മക്ക മുശ്രിക്കുകൾ സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ ആ സംസാരം കേട്ടിരുന്നു എന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്ത്, ആ റിവായത്ത് ആരാ അംഗീകരിച്ചില്ലായിരുന്നു? ആയിഷ റളിയല്ലാഹു അൻഹ. അവർ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്ന ആ പദത്തെ അംഗീകരിച്ചില്ല ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ സംസാരിക്കുന്നത് അവർ അറിയുന്നുണ്ട്, സംസാരത്തിന്റെ പൊരുൾ എന്നല്ലാതെ അവർ കേൾക്കുന്നുണ്ട് എന്നല്ല പറഞ്ഞത് എന്നൊക്കെ അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ അതേപോലെ തന്നെ മറ്റു സഹാബത്ത് തമ്മിൽ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു. അതേപോലെ വകദാലിക മുആവിയ നുഖില അൻഹു ഫി അംരിൽ മിഅ്റാജ്, മുആവിയ റളിയല്ലാഹു അൻഹു അഭിപ്രായ പ്രകാരം ഇന്നമാ കാന ബിറൂഹിഹി, മിഅ്റാജ് രാവിൽ പോയത് റൂഹ് കൊണ്ട് മാത്രമാകുന്നു, ശരീരം കൊണ്ട് പോയിട്ടില്ല. വന്നാസു അലാ ഖിലാഫി മുആവിയ, മറ്റു ജനങ്ങളുടെ അഭിപ്രായം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തോട് യോജിപ്പായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇവിടെ ഈ സഹാബത്തുകളിടയിൽ ഈ ഭിന്നാഭിപ്രായം ഉണ്ടായിട്ടും അവിടെയൊന്നും പരസ്പരം കക്ഷികളായി പോവുകയോ പരസ്പരം ആക്ഷേപിക്കുകയോ ബിദ്അത്തുകാരായി ചിത്രീകരിക്കുകയോ ചെയ്തിട്ടില്ല. ആ ഉഖൂവത്ത്, ആ ഉൽഫത്ത് അവർ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു എന്ന് പ്രത്യേകം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇത് ചെറിയ നിലക്കെങ്കിലും ചില നമ്മുടെ നാട്ടിലുള്ള തർക്ക വിഷയങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ ഇൻഷാ അല്ലാഹ് സാലിംക ഇവിടെയുണ്ട്, പല കാര്യങ്ങളും നമുക്ക് ചോദിച്ച് അന്വേഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും പറഞ്ഞ ഈ കാര്യങ്ങൾ ഒരു സാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇഖ്ലാസോടെ പ്രവർത്തിക്കുവാനും സംസാരിക്കുവാനും അമൽ ചെയ്യുവാനും അല്ലാഹു നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. وجزاكم الله خيرا واحسن الله اليكم وصلى الله وسلم على النبي ورسولنا محمد وعلى اله وصحبه اجمعين. والسلام عليكم ورحمة الله وبركاته.